ആരെയും വഴിതെറ്റിക്കാതിരിക്കട്ടെ. യേശുനാമത്തിൽ ഇറങ്ങി ആരെയും വഴിതെറ്റിക്കരുത്. നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ ക്രിസ്തുവിനെ കൊടുക്കാൻ മനസ്സുണ്ടാകണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതം കൊണ്ട് വഴിതെറ്റുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നുള്ളതാണ്. 3 തരത്തിലൂടെ എനിക്ക് വഴിതെറ്റിക്കാം. എനിക്കെന്തോ അതിലൂടെ നേടാനുണ്ട്. സ്ഥാനമാനങ്ങളാകാം, അല്ലെങ്കിൽ പണമാകാം, പ്രശസ്തിയാകാം. അങ്ങനെ ഒരു സെൽഫ് മോട്ടിവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഓർക്കുക, നമ്മൾ ഓരോരുത്തരാണ് ആത്മശോധന ചെയ്യേണ്ടത്. ഞാൻ അതിലൂടെ എന്താണ് നേടുന്നത്? ആ യേശു നാം ഉച്ചരിക്കുന്നത് അതിനൊക്കെ വേണ്ടിയാണോ, അല്ലെങ്കിൽ ആ വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ടോ എങ്കിൽ അത് വഴിതെറ്റിക്കലാണ്. അതിലൂടെ യേശുവിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. 2, എൻ്റെ കുറവുകൾ കൊണ്ട്, എൻ്റെ അഹങ്കാരം, അതുപോലെ തന്നെ ഈ കോപം, അതുപോലെ എൻ്റെ ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി എൻ്റെ അരികിലേക്ക് അടുത്തേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് പെട്ടെന്ന് നമ്മൾ ചൂടാകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഭാവം കൊടുക്കുന്നില്ല, ആ വ്യക്തിയെ ഗവനിക്കുന്നില്ല, ഒരു അലിവ് കൊടുക്കുന്നില്ല. യേശുവിന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ആ വ്യക്തി വിഷമത്തോട് പോവുകയാണ്. ചിലപ്പോൾ ഒരു വേദന പറയാൻ വേണ്ടി ഒന്ന് വിളിക്കുന്നതായിരിക്കും. എനിക്ക് തിരക്കാണ്. ഒരു യേശുവിന് കിട്ടുന്നുണ്ടോ? നമ്മുടെ കുറവ് കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു യേശുവിനെ കൊടുക്കാതെ പോവുകയാണ്. 3-ാമതായിട്ട് എൻ്റെ ശൂന്യത കൊണ്ട്. ശൂന്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് വരുന്നവൻ യേശുവിന് കിട്ടുന്നില്ല. കാരണം ഞാൻ കനമുള്ളവനായിട്ട് മാറുന്നില്ല എന്നുള്ളത്. നമ്മൾ ഈ സുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. എൻ്റെ ഉള്ളിൽ വചനമുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചാലാണ് എൻ്റെ അടുത്ത് വരുന്നവന് എനിക്ക് നല്ലത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഒരു ആത്മീയ മനുഷ്യരായിട്ടൊക്കെ ജീവിക്കുന്നു, വലിയ പ്രശസ്തിയൊക്കെ കാണിക്കുന്നു. പക്ഷേ ഉള്ളിൽ കനമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇല്ല. കുറേ കനമില്ലാത്തത്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഒരു ആത്മശോധനയാണ്. നമ്മൾ ചിന്തിക്കണം, കനം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഉള്ളിലെ ആത്മീയതയുള്ളവർക്കാണ് അവനറിയാതെ തന്നെ വചനം അങ്ങനെ ഇറങ്ങുക. അറിയാതെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന, വരുന്ന വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റാം. അല്ലാത്തവര് ബുദ്ധിക്ക് അതനുസരിച്ച് സംസാരിക്കും. ബുദ്ധിയല്ല വേണ്ടത്, പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിൽ ഇങ്ങനെ ഇറങ്ങി ആ വ്യക്തിയെ സംസാരിപ്പിക്കും. പരിശുദ്ധാത്മാവ് സംസാരിപ്പിക്കും. ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണെന്ന് ചിന്തിക്കുക. അതാണ് ശൂന്യത എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവില്ലാത്ത ശൂന്യമായ വ്യക്തികളായിട്ട് പോയി. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ വഴിതെറ്റിക്കിട്ടോ. അതുകൊണ്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ നന്നായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ ജീവിതം വഴിതെറ്റിപ്പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കൊണ്ട് വഴിതെറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം.